നമസ്കാരം. ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയ വിവരവും രസീതും അടക്കം പുറത്തു വന്നതിൽ മോഹൻലാലിന് അതൃപ്തി. തീർത്തും വ്യക്തിപരമായി ചെയ്ത കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് ഇതിന് കാരണം. മമ്മൂട്ടിയുടെ അസുഖം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ പൂജ നടത്തിയതെന്ന വാദം പോലും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്നാൽ ആരും അറിയാതെ തന്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ലാൽ ആ വഴിപാടിൽ ഉദ്ദേശിച്ചത്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും രസീത് അടക്കം പുറത്തേക്ക് പോയി. അതിൽ അതൃപ്തനാണ് മോഹൻലാൽ. മുൻകൂട്ടി ദേവസ്വം ബോർഡിന് സൂചനകൾ നൽകിയാണ് മോഹൻലാൽ ശബരിമലയിലേക്ക് വന്നത്. രാത്രിയിൽ പുഷ്പാഭിഷേകം നടത്താനും ആലോചനയുണ്ടായിരുന്നു. ഇതെല്ലാം ദേവസ്വത്തെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചു. എന്നാൽ മോഹൻലാൽ ദർശനം കഴിഞ്ഞ് രാത്രി തന്നെ മലയിറങ്ങി. അടുത്ത ദിവസം പുലർച്ചെ ദർശനവും നടത്തി മലയിറങ്ങാനുള്ള ആഗ്രഹത്തിൽ നിന്നും മോഹൻലാലിനെ പിന്നോട്ട് വലിച്ചത് വഴിപാട് രസീത് പുറത്തു വന്നത് കൊണ്ടാണെന്നാണ് സൂചന. രസീത് പുറത്തു വന്നതിൽ ദേവസ്വം ബോർഡിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് വിലയിരുത്തൽ. ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തി. ശബരിമലയിലേക്ക് പോകും മുൻപ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം. ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത്. പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത്. സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി. രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി. മോഹൻലാൽ ശബരിമലയിൽ ഉള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പേരിലെ നേർച്ച രസീത് പുറത്തായിരുന്നു. ഇതോടെ ഈ പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന തോന്നൽ മോഹൻലാലിനുണ്ടായി. ഇതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് നിന്നും ലാൽ മടങ്ങിയതെന്നും സൂചനകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. ശബരിമലയിൽ ദർശനം നടത്തി ചലച്ചിത്ര താരം മോഹൻലാൽ. ചൊവ്വ രാത്രി 7ഓടെയാണ് താരം സന്നിധാനത്തേക്ക് എത്തിയത്. വൈകിട്ട് 5:30 പമ്പയിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ മോഹൻലാൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് ശബരിമലയിലേക്ക് തിരിച്ചത്. നടൻ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തുകയും ചെയ്തു. നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ സിനിമയുടെ റിലീസ് മാർച്ച് 27 നടക്കാനിരിക്കെയാണ് സൂപ്പർ താരം ശബരിമലയിലെത്തിയത്. ചൊവ്വാഴ്ച സന്നിധാനത്ത് തങ്ങി ബുധനാഴ്ച പുലർച്ചെയും ദർശനം നടത്തിയാകും താരം മടങ്ങുക. ഇത്രയുമാണ് ദേശാഭിമാനിയിലെ വഴികൾ. അതായത് ചൊവ്വാഴ്ച എത്തി ബുധനാഴ്ച പോകാനായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ അത് രാത്രി മടക്കമായി മാറി. ഇതിന് പിന്നിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകാതെ മടങ്ങുക എന്ന മോഹൻലാലിന്റെ താല്പര്യമായിരുന്നുവെന്നാണ് സൂചനകൾ. മോഹൻലാൽ ശബരിമലയിൽ എത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു. സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാന്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുൻപാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത്. മാർച്ച് 27-നാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ പ്രദർശനത്തിനെത്തുന്നത്. ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ പേരിലെ വഴിപാട് രസീത് പുറത്തേക്ക് വന്നതും ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയതും. ഭക്തിയുടെ ഇരുമുടിക്കെട്ടുമായി 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ മോഹൻലാൽ 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് 18-ാം പടി കയറിയത്. സോപാനത്തെത്തി ദർശനം നടത്തിയ ശേഷം ദേവസ്വം ഓഫീസിലെത്തി നെയ്തേങ്ങ അഭിഷേകത്തിനായി കൈമാറി. ഭാര്യ സുചിത്രയുടെയും നടൻ മമ്മൂട്ടിയുടെയും പേരിൽ അദ്ദേഹം ഉഷപൂജകൾ നടത്താനുള്ള വഴിപാട് ടിക്കറ്റ് എടുത്തു. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തനെ സന്ദർശിച്ച ശേഷം മാളികപ്പുറം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാത്രി 9:15-ന് അദ്ദേഹം മലയിറങ്ങുകയും ചെയ്തു. പമ്പ ഗണപതി കോവിലിൽ നിന്ന് കെട്ടുമുറുക്കിയാണ് നീലിമല പാതയിലൂടെ മല ചവിട്ടിയത്. പടിപൂജയുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് പടി കയറാനുള്ള തിരക്കിലായിരുന്നതിനാൽ അധികം വിശ്രമിക്കാതെയായിരുന്നു മല കയറ്റം. അപ്പാച്ചിമേട്ടിലെ കയറ്റം കഠിനമായപ്പോൾ ഏതാനും മിനിറ്റ് വിശ്രമിച്ചു. ദർശനത്തിന് ശേഷം ഭക്തർക്കൊപ്പം അദ്ദേഹം ഫോട്ടോ എടുത്തു. 2015 മെയ് മാസത്തിലാണ് മോഹൻലാൽ ഇതിനു മുൻപ് സന്നിധാനത്തെത്തുന്നത്.